അസ്സലാമു അലൈക്കും. വെൽക്കം ടു മഹൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഇത് മഹൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡെമോ സെഷനാണ്. ഓക്കെ, ഈ സോഫ്റ്റ്വെയറിൽ ഏതൊക്കെ മോഡ്യൂൾസ് ഉണ്ട്, എന്തെല്ലാം ഫങ്ഷനാലിറ്റി ഉണ്ട്, അത് ഒരു എല്ലാ മഹലിലേക്ക് വേറെ വേറെ എന്തായാലും അവരുടെ ഫീസും കാര്യങ്ങളും വേറെ വേറെ ഉണ്ടാവും. എന്നാലും ഏത് മഹലിലേക്കും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറാണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് നമുക്ക് തുടങ്ങുന്നതാണെങ്കിൽ ഫസ്റ്റ് ഇതിൽ ഫാമിലി ഡാറ്റാബേസ് ഉണ്ടാവും. ഫാമിലി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിലും അവരെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ ആകട്ടെ, അവരെ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിലും അവരെ കംപ്ലീറ്റ് അവരെ ഫൈനാൻഷ്യലായിട്ടും അവർ സോഷ്യലായിട്ടും എന്തൊക്കെ കാര്യം നമുക്ക് മഹലിലേക്ക് ആവശ്യമുണ്ട് അതെല്ലാ കാര്യങ്ങളും എന്നിട്ട് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്ക് റിപ്പോർട്ടും ഉണ്ടാവും. ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് വൈസ് ഉണ്ടാവും, മെമ്പേഴ്സ് ഇവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവും, വോട്ടർ ലിസ്റ്റിൽ രജിസ്റ്റർ ആയിന്നുള്ള ഡീറ്റെയിൽ, എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റസ്, ഹൗസ് സ്റ്റേറ്റസ് ഉണ്ട്, സോഷ്യൽ ക്ലാസ് ഡീറ്റെയിൽസ്, ജെൻഡർ ഡീറ്റെയിൽസ്. ഇങ്ങനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് എന്താവും, നമ്മൾ മെമ്പറിനെ ആഡ് ആക്കുന്ന മാതിരി അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഗ്രാഫ് ജനറേറ്റ് ആയി ഉണ്ടാവും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്കുള്ളത് ഒന്ന് ഡേറ്റാബേസ്, ഫാമിലി ഡേറ്റാബേസും കംപ്ലീറ്റ് റിപ്പോർട്ട് ഉണ്ടാവും. അവർ എഡ്യൂക്കേഷൻ വൈസ് ആയാലും അവർ ചെയ്യുന്ന ജോബിൻ്റെത്, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ്, അവർ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ NRIs ആണ്, അങ്ങനെ നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാവും. ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഇന്ന കാറ്റഗറി എത്ര ആളുണ്ട് ഇങ്ങനെയെല്ലാം നോക്കാൻ പറ്റും. ഇന്ന എഡ്യൂക്കേഷൻ, ഇന്ന് ഇതുവരെ പഠിച്ച ആൾക്കാരും, ഇങ്ങനെ നമുക്ക് ഒരു റിപ്പോർട്ട്, ഒരു ജമാഅത്തിനെ സംബന്ധിച്ചിട്ട് വേണ്ട റിപ്പോർട്ടെല്ലാം ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഫാമിലി ഡേറ്റാബേസ്, അത് കഴിഞ്ഞിട്ട് ഫീ മോഡ്യൂൾസ് ഉണ്ടാവും. ജമാഅത്തിൽ സാധാരണയായിട്ട് വരിസംഖ്യ ഇങ്ങനത്തെ മന്ത്ലി ആയിട്ടും ആനുവലായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവില്ലേ, അതെല്ലാം നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻകം എക്സ്പെൻസ് റിപ്പോർട്ട് ഇത് ആഡ് ആക്കാൻ പറ്റും. ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കി നോക്കിയാൽ എത്ര ഫീ കളക്ട് ആയിന്, എത്ര ഫീ പെൻഡിങ് ഉണ്ട്, പിന്നെ ഇന്നെത്ര കളക്ട് ആയിന്, ഇങ്ങനത്തെ ഡൊണേഷൻ എത്ര വന്നിന്, പിന്നെ ഇൻകം എക്സ്പെൻസ്, ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ അവിടെ അപ് ടു ഡേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ വേറെ ഫീ മോഡ്യൂൾസായി, ഇൻകം എക്സ്പെൻസായി, ഇനി വേറെ ഇൻവെൻട്രി ആഡ് ആക്കാൻ പറ്റും. ജമാഅത്തിൻ്റെ എല്ലാ ഐറ്റംസിനും ഇതിലേക്ക് ആഡാക്കി വെക്കാൻ പറ്റും. പിന്നെ റെൻറ്റ് മോഡ്യൂളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ജമാഅത്തിൽ ഷോപ്പോ അല്ലെങ്കിൽ ഹൗസെല്ലാം റെൻറ്റിന് കൊടുത്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ അവരെ നമുക്ക് എന്താക്കാം, ഒരു ഡേറ്റാബേസ് ഉണ്ട്, ആ റിപ്പോർട്ടും ഫൈനാൻഷ്യൽ ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ കിട്ടും. പിന്നെ വേറെ ഉള്ളത് ഹാൾ ബുക്കിംഗ്, ഈ ഷാദിമാൽ ഇങ്ങനത്തെ ഹാൾ ബുക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജമാഅത്തിലുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ ആപ്പ് ത്രൂ അവർക്ക് നോക്കാൻ പറ്റും ഏതെല്ലാം ഡേറ്റ് അവൈലബിൾ ഉണ്ട്, ഏത് ഡേറ്റ് ഫില്ലായിന്, ഇങ്ങനത്തെ റിപ്പോർട്ടെല്ലാം അവർക്ക് മെമ്പേഴ്സിക്ക് മൊബൈൽ ആപ്പ് ത്രൂ കാണാൻ പറ്റും. പിന്നെ മദ്രസ മോഡ്യൂളുണ്ട്. മദ്രസൻ്റെ സ്റ്റാഫ് ഡേറ്റാബേസ് ഉണ്ട്, അവരെ സാലറി ഡീറ്റെയിൽ കൊടുത്തതും അതെല്ലാം ഉണ്ടാവും. പിന്നെ മെമ്പേഴ്സിക്ക് മൊബൈൽ ആപ്പ് ഉണ്ട്, അത് ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അവർക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടക്കാൻ പറ്റും. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ ത്രൂ പേയ്മെൻറ്റ് ആക്കുക. അങ്ങനെ പറഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ത്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ആക്കുമ്പോൾ കണ്ടിട്ടില്ല, നമ്മൾ അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് പേ ആക്കില്ല, ഫോൺ പേ സെലക്ട് ആക്കിയിട്ട് അതാണ് ഡയറക്റ്റ് പേയ്മെൻറ്റ്. പിന്നെ മാനുവലായിട്ടും ആക്കുക. ഇപ്പോൾ ജമാഅത്തിൻ്റെ ഒരു QR കോഡ് അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും വെച്ചെങ്കിൽ അവർ മാനുവലായിട്ട് പേ ആക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ബൾക്ക് SMS മോഡ്യൂളുണ്ട്. ബൾക്ക് SMS എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ബാങ്കിൽ നിന്നെല്ലാം കാണുന്നില്ലേ, ഇപ്പോൾ നമ്മളൊരു എമൗണ്ട് പേ ആക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ വിത്ഡ്രോ ആക്കിയാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഒരു മെസ്സേജ് വരും ബാങ്കിൽ നിന്ന്. അത് ബാങ്കിൻ്റെ നെയിം വെച്ചിട്ടാണ് വരുന്നത്, ഒരു 6 ക്യാരക്ടർ പേര്, അതിന് സെൻഡർ ID എന്ന് പറയും. ആ പേര് വെച്ചിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താക്കും, നമുക്കൊരു മെസ്സേജ് വരും, ഇത്ര വിത്ഡ്രോ ആക്കിന് ഇത്ര ബാലൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇത്ര ക്രെഡിറ്റ് ആയിന് ഇത്ര ബാലൻസ് ഉണ്ട്. അതേമാതിരി ഫീ കളക്ട് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പേഴ്സിന് മെസ്സേജ് പോകും, ഇത്ര ഫീ കളക്ട് ആയിന് ഇത്ര ബാലൻസ് ഉണ്ട് എന്നാൽ അങ്ങനെ അവർക്ക് മെസ്സേജ് പോകും. പിന്നെ ഫീ റിമൈൻഡർ SMS ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കട്ട് ഓഫ്, ഇപ്പോൾ നമ്മൾ ജമാഅത്തിൽ നിന്ന് ഒരു 2000 മേലെയുള്ള ആരുതെല്ലാം ബാലൻസ് ഉണ്ട് മെമ്പേഴ്സിൻ്റെ,
അവർക്കെല്ലാം ഒരു ഫീ റിമൈൻഡർ മെസ്സേജ് പോകണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 ക്ലിക്കിൽ ആരതെല്ലാം ആ കട്ട് ഓഫ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 2000 മേലെ ഉണ്ട്, അവർക്കെല്ലാം അവരവരെ ബാലൻസ് എത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് പോകും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പോകും. പിന്നെ അതെ, ഇൻവെൻട്രി ഡീറ്റെയിൽ ഉണ്ട്, ഐറ്റംസും കാര്യങ്ങളും ആഡ് ആക്കാനുള്ള. പിന്നെ ബാങ്ക് സമ്മറി ഉണ്ട്, ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ നമുക്കിവിടെ റിപ്പോർട്ട് ആഡാക്കി വെക്കാം. പിന്നെ ജമാഅത്തിൻ്റെ ഡോക്യുമെൻ്റെല്ലാം സ്കാനാക്കി വെക്കാനുള്ള ഓപ്ഷന്. പിന്നെ റിപ്പോർട്ട്സ് ഉണ്ടാവും, ഡിവോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും, ബാൻ ഡീറ്റെയിൽസ്, ഡെത്തായിന് അവരെ ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ ഈവൻറ്റ്സ് നമുക്കിവിടെ അപ്കമിങ് ഇവൻറ്റ്സ് ഇവിടെ കാണും. പിന്നെ മൊബൈൽ ആപ്പിലും അതെന്തുണ്ടാവും, സ്ക്രോളായി കൊണ്ടുണ്ടാവും. ആ ഇവൻറ്റ്സ് കഴിയുന്നത് വരെ അത് സ്ക്രോളാവും. ഇവൻറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും, അത് സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് ജമാഅത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ അയക്കാം. 1 ക്ലിക്ക് നോട്ടിഫിക്കേഷൻ എല്ലാ മെമ്പർക്കും മൊബൈൽ ആപ്പിൽ നമുക്ക് ആപ്പ് ത്രൂ പോപ്പപ്പ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് വരുമ്പോൾ എന്തിൻ്റെ പുറത്തുതന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുമല്ലേ, എന്നിട്ടാണ് നമ്മൾ ക്ലിക്കാക്കിയിട്ട് ഉള്ളിലേക്ക് പോകുന്നത്. അതേമാതിരി ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയവർക്കെല്ലാം ആ നോട്ടിഫിക്കേഷന് വരും അവരുടെ മൊബൈലിലേക്ക്. ഓക്കെ. പിന്നെ വേറെ കാര്യങ്ങൾ, ഇവിടെ ജമാഅത്തേക്ക് ഇതാ ഫുൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫുൾ റിപ്പോർട്ട്സ് ക്ലിക്ക് ആക്കിയാൽ എല്ലാ മെമ്പേഴ്സിൻ്റെതും ടോട്ടലായിട്ട് നമുക്ക് മെമ്പേഴ്സിൻ്റെ എന്നല്ല, ഒരു ജമാഅത്തേക്ക് കംപ്ലീറ്റ് റിപ്പോർട്ട് ഏതെല്ലാം ട്രാൻസാക്ഷൻ നടന്നതിന് ഒരു ഡേറ്റ് മുതൽ ഒരു ഡേറ്റ് വരെ. നമുക്കിവിടെ ഡേറ്റ് ഏത് ഡേറ്റ് വേണമെങ്കിൽ പിക്കാക്കാം. ഇപ്പോൾ ചിലപ്പോൾ August 1 മുതൽ 31 വരെ ഫിൽറ്റർ കൊടുത്തെങ്കിൽ ആ ഡേറ്റ് റേഞ്ചിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻ നടന്നതിന് ആ ട്രാൻസാക്ഷൻ്റെ എല്ലാം നമുക്കൊരു സമ്മറി ഇവിടെ വരും. ലാസ്റ്റ് ഇതാ ഫൈനാൻഷ്യൽ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇത്ര ഇൻകം, എക്സ്പെൻസ് ഇത്ര ബാലൻസ് ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും മെമ്പർ ഫീ എത്ര ആൾ പേ ആക്കിന് ആ ഡേറ്റ് റേഞ്ചിൽ, ഹാൾ ബുക്കിംഗ് പേയ്മെൻറ്റ്, ഇങ്ങനെ എന്തെല്ലാം ട്രാൻസാക്ഷൻ നടന്നതിന് അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ വരും. ഇപ്പോൾ ഇത്ര മാത്രമല്ല റിപ്പോർട്ട്, ട്രാൻസാക്ഷൻ നടന്നത് മാത്രം കാണിക്കും, നടക്കാത്ത കാണിക്കില്ല. അപ്പോൾ ടോട്ടലായിട്ട് നമുക്കൊരു സമ്മറി കിട്ടും. ഓക്കെ. വേറെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇമ്മീഡിയറ്റ് ഇപ്പോൾ ആർക്കെങ്കിലും അർജൻറ്റായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മെമ്പർ ആഡ് ആക്കുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് മെൻഷൻ ചെയ്തിനെങ്കിൽ ഇവിടെ അവരെ കാണിക്കും. ഓക്കെ. വേറെ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കാം. ഇപ്പോൾ മെമ്പേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ സെൻഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ അയച്ചെങ്കിൽ മൊബൈൽ ആപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോപ്പപ്പ് ആയിട്ട് വരും. അത് ഞാൻ മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിച്ചു തരാം, സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വീഡിയോ കാണിച്ചു തരാം അതെങ്ങനെയാണ് മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് പോപ്പപ്പ് ആയിട്ട് വരുന്നതെന്ന്. ഓക്കെ. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സാമ്പിൾ ഒരു നോട്ടിഫിക്കേഷൻ അയക്കാം. നോട്ടിഫിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ മൊബൈൽ ആപ്പിൽ അത് പോപ്പപ്പ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാണോ. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരു മീലാദുൻ നബീൻ്റെതാ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ അയക്കുക. ഇതിന് തന്നെ നമുക്ക് എന്താക്കുക, ഇനി ഇത് കന്നഡത്തിലുണ്ട്, അത് ലാംഗ്വേജ് ഏതിൽ വേണം നമുക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ. ഞാൻ ഈ ഇൻഫോർമേഷൻ ജസ്റ്റ് കോപ്പി ആക്കിയിട്ട് പേസ്റ്റ് ആക്കാം നോട്ടിഫിക്കേഷനിലേക്ക്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് സെൻഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ സെൻഡ് നോട്ടിഫിക്കേഷനിൽ പോയിട്ട് ന്യൂ നോട്ടിഫിക്കേഷൻ, ഇവിടെ നമുക്ക് എന്താക്കാം, ഞാൻ കോപ്പി ചെയ്തതിന് പേസ്റ്റ് ചെയ്യുക, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുക. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡേറ്റ് അവിടെ വരും. ഹെഡിങ്ങിന് എടുത്തിട്ട് ഇവിടെ മെമ്പർ ടൈപ്പ് ആൾ മെമ്പർക്ക് പോട്ടെ മെസ്സേജ്, ആൾ മെമ്പേഴ്സ്. അവിടെ വേണമെങ്കിൽ നമുക്ക് വേറെ വേറെ ടൈപ്പ് കാറ്റഗറിക്ക് നമുക്ക് അവിടെ ഫിൽറ്റർ ചെയ്തിട്ട് അയക്കാൻ പറ്റും. ഓക്കെ. 2025 പറ്റി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മിലാദ് എഡിറ്റ് ആയത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് ആക്കുന്നത്. ഓക്കെ. സോ ഇത് കൊടുത്തെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് സെൻഡ് കൊടുക്കുന്നു. സെൻഡ് കൊടുത്തെങ്കിൽ ഇതാ. ഓക്കെ. ഇതിപ്പോൾ എൻ്റെ മൊബൈലിൽ ഇത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ട് ഞാനിവിടെ മൊബൈലിൽ നിങ്ങൾക്ക് കാണിക്കാം. ഇതാ നിങ്ങൾ പോപ്പപ്പ് ആയത് ഇതിൽ കണ്ടിട്ടുണ്ടാവില്ല, ആപ്പിൽ പോപ്പപ്പ് ആയിട്ട് വന്നതും
ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും മൊബൈലിലേക്ക്. അത് ആപ്പ് എപ്പോഴും ഓപ്പൺ ആക്കി വെക്കണം എന്നില്ല, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മതി, എന്താവും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഇപ്പോൾ ഒരു ഫീ പേ ആക്കിയെങ്കിൽ അതും ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫീ പേ ആക്കുമല്ലോ, ഇപ്പോൾ ഒരു മെമ്പറിൻ്റെ അടുത്ത് നമുക്ക് ഫീ കളക്ട് ചെയ്യാം. കളക്ട് ഫീ ഇവിടെ പോയിട്ട് ഒരു 1000 rupees ഫീ കളക്ട് ചെയ്യുന്നു. ഓക്കെ. ഓൾഡ് ബാലൻസ് ഡൊണേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്നത്തെ ഡേറ്റ്, ക്യാഷ്, റിസിപ്റ്റ് നമ്പർ, ബുക്ക് നമ്പർ, എന്തെങ്കിലും ഡേറ്റ് കൊടുത്തിട്ട് കളക്ട് ഫീ എന്ന് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എന്താക്കാം, റിസിപ്റ്റ് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഫീ കളക്ട് ചെയ്യേണ്ട അതിൻ്റെ ബാലൻസ് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ. ഇപ്പോൾ ഇത് എവിടെ പോയെങ്കിൽ നമ്മൾ ഫീ കളക്ട് ചെയ്ത ഡീറ്റെയിൽ 1000 ഇവിടെ ഉണ്ട്, 777. ഓൾഡ് ബാലൻസ് നമുക്ക് ടോട്ടൽ ഇവിടെ കാണാൻ പറ്റുക, എത്ര നമ്മളെ ഫീ ഉള്ള ടോട്ടൽ ഫീ, എത്ര പേ ആക്കിന്, എത്ര ബാലൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അതേമാതിരി എല്ലാ മെമ്പേഴ്സിനും മൊബൈൽ ആപ്പ് ഉണ്ട്, അവർക്ക് ഓൺലൈനിൽ പേ ആക്കാൻ പറ്റും. UPI ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്ത് വെച്ചിട്ട് ഡയറക്റ്റ് മൊബൈൽ ആപ്പിൽ നിന്ന് പേയ്മെൻറ്റ് അടക്കുക, ഡയറക്റ്റായിട്ടും പേയ്മെൻറ്റ് ആക്കാം, ജമാഅത്തിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ത്രൂ, അല്ലെങ്കിൽ മാനുവലായിട്ട് പേയ്മെൻറ്റ് UPI ത്രൂ ആക്കിയെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമുക്കിവിടെ പുഷ് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റും, ആൾ പുഷ് നോട്ടിഫിക്കേഷൻ. നമ്മളിപ്പോൾ അയച്ച നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇതിന് റീസെൻറ്റ് കൊടുത്തെങ്കിൽ നമുക്ക് എന്താക്കും, ഒരിക്കൽ അയച്ച നോട്ടിഫിക്കേഷന് പിന്നെ നമുക്ക് അയക്കാൻ പറ്റും മൊബൈൽ ആപ്പിൽ. അപ്പോൾ നമ്മൾ അയച്ച പുഷ് നോട്ടിഫിക്കേഷനിൽ നമുക്കിവിടെ കാണും. നമ്മൾ എന്തെല്ലാം പുഷ് നോട്ടിഫിക്കേഷൻ പറഞ്ഞാൽ മൊബൈൽ ആപ്പ് ത്രൂ നമുക്ക് അവിടെ വരുമല്ലേ, മേലിൽ നിന്ന് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുമല്ലേ, ആ നോട്ടിഫിക്കേഷൻ. ഓക്കെ. അതേമാതിരി നമുക്കിപ്പോൾ അപ്കമിങ് ഈവൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എന്താ മൊബൈലിൽ പുഷ് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരും. ഓക്കെ. പിന്നെ മെമ്പേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്കിവിടെ ആഡ് ആക്കുക. ചിലപ്പോൾ ഒരു ആരെങ്കിലും പേഷ്യൻറ്റ് ഉണ്ടാവല്ലേ, രോഗികളായിട്ടും ചിലപ്പോൾ കഷ്ടപ്പെടുന്നവരുണ്ടാവും, അവരെ ചിലപ്പോൾ ഒരു ചാരിറ്റി അങ്ങനത്തെ എല്ലാം അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റിപ്പോർട്ടായിട്ട് കാണാൻ പറ്റും, ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങൾ കൊണ്ട് അവർ കഴിയുന്നുണ്ട് നമുക്കവിടെ കാണാൻ പറ്റും. നമ്മളതെല്ലാം എൻട്രി ആക്കണം കേട്ടോ, നമുക്ക് ഓപ്ഷൻ ഉണ്ട് ആഡ് ആക്കാൻ. ഇതെല്ലാം ആഡ് ആക്കിയാലാണ് കറക്റ്റ് റിപ്പോർട്ട് നമുക്കിവിടെ കിട്ടുള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആക്കാൻ ഓപ്ഷൻ ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, NOC സർട്ടിഫിക്കറ്റ്, പിന്നെ NOC ക്ലിയറൻസ്, മാരേജ്, ഇങ്ങനത്തെ എല്ലാ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഇഷ്യൂ ആക്കുക. ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കുക സർട്ടിഫിക്കറ്റ് എല്ലാം. ഇവിടെ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. മാരേജ് സർട്ടിഫിക്കറ്റ്സ് ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റ്, ഇത് നിങ്ങളെ ജമാഅത്തിൻ്റെ ആ ലെറ്റർ ഹെഡും അതിലേക്ക് തന്നെ നമ്മൾ എന്താക്കും, ഇത് സെറ്റപ്പ് ആക്കി തരും. ഈ മെമ്പേഴ്സിക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡീറ്റെയിൽ ഫില്ലായിട്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഇതാ ഇത് വിത്തൗട്ട് ഫോട്ടോ, മറ്റേത് വിത്ത് ഫോട്ടോ. ഫോട്ടോ ആയിട്ടുള്ളതുകൊണ്ട് ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. ഫോട്ടോ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ലേ, മാരേജിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ, അതെല്ലാം ഇവിടെ ഉണ്ടാവും. സോ ഇങ്ങനെ നമുക്ക് ഒരു ജമാഅത്തേക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ആൾറെഡി ഉണ്ട്. അഥവാ ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കും, നിങ്ങളെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങളെ ജമാഅത്തിലേക്ക് ഇൻസ്റ്റാൾ ആക്കി തരും. അപ്പോൾ എല്ലാവർക്കും മൊബൈൽ ആപ്പ് ഉണ്ടാവും. മൊബൈൽ ആപ്പിൽ അവരെല്ലാം ഫീ പേ ആക്കിയ ഡീറ്റെയിൽസ് ഉണ്ടാവും, അവർക്ക് പോയ SMS ഉണ്ടാവും, അവർക്ക് നിങ്ങൾ അയച്ച നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, എന്തെങ്കിലും അപ്കമിങ് ഈവൻറ്റ്സ് ജമാഅത്തിൽ പരിപാടി കാര്യങ്ങളുണ്ടാവില്ല, സലാത്ത് അങ്ങനത്തെല്ലാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മൊബൈൽ ആപ്പിൽ ഒരു മെമ്പർക്ക് എന്താണോ കാണേണ്ടത് അതെല്ലാം മെമ്പർ മൊബൈൽ ആപ്പിൽ കൂടെ അവർക്ക് അവരെ ഡീറ്റെയിൽ മാത്രം, എല്ലാവരുടെ ഡീറ്റെയിൽ അല്ല, അവരെ ഡീറ്റെയിൽ മാത്രം
അവർക്കാണ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മഹലിലേക്ക് ഇതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കുക, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. മീറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനിൽ അടുത്താണ് നമ്മൾ വരും, അല്ലെങ്കിൽ ഓൺലൈനാണെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾ എന്തെല്ലാം റിക്വയർമെൻറ്റ് ഉണ്ട് ആ റിക്വയർമെൻറ്റിനെല്ലാം നമ്മൾ എന്താക്കും നോട്ട് ചെയ്തിട്ട് അത് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടുതരും. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ എത്ര പേയ്മെൻറ്റാണ് ആ പേയ്മെൻറ്റിൽ മാത്രം നമ്മൾ എന്താക്കും നിങ്ങളെല്ലാ റിക്വയർമെൻറ്റും നിങ്ങൾക്ക് വേണ്ട എങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയറിനെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ജനറലായിട്ടൊരു സോഫ്റ്റ്വെയറാണ്. ഈ ജനറലായിട്ടുള്ള സോഫ്റ്റ്വെയറിന് എല്ലാ മഹലിലേക്കും ഒരേ സോഫ്റ്റ്വെയർ അല്ല. നിങ്ങളെ മഹലിലേക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഏതെല്ലാം മോഡൽസ് വേണം, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഫീ സ്ട്രക്ചർ, എങ്ങനെയാണ് നിങ്ങൾ ഫീ കളക്ട് ചെയ്യുന്നത്, മന്ത്ലി ആണോ ആനുവൽ ആണോ, പിന്നെ ഇങ്ങനത്തെ എല്ലാം, പിന്നെ വേറെ വേറെ ടൈപ്പ് മെമ്പർ ടൈപ്പ് ഉണ്ട്, ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. ഇപ്പോൾ അടുത്ത മഹലിലേക്ക് പോകുമ്പോഴോ അവരെ മഹലിൻ്റെ കസ്റ്റമൈസ് ചെയ്തിട്ട് അവർക്കിടും. അപ്പോൾ എല്ലാവർക്കും ഒരു കോമൺ ആപ്പല്ല, ഇൻഡിവിജ്വലായിട്ട് അവരവർക്ക് ഒരു സോഫ്റ്റ്വെയർ ഇത്. പിന്നെ മൊബൈൽ ആപ്പ്, എല്ലാ മെമ്പേഴ്സ്ക്കും മൊബൈൽ ആപ്പ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, പിന്നെ മൊബൈൽ ആപ്പ് മാത്രമല്ല ഇതിലേക്ക് ഡേറ്റാബേസ് വേറെ വേറെ ലോഗിൻ ഉണ്ട്. ഇപ്പോൾ ഫീ കളക്ട് ചെയ്യുന്നവർക്ക് അവർ ലോഗിൻ ഉണ്ട്, ഇപ്പോൾ സ്റ്റാഫിന് ലോഗിൻ ഉണ്ട്, ഇപ്പോൾ സ്റ്റുഡൻറ്റിനെ മാനേജ് ആക്കണമെങ്കിൽ മദർസിൻ്റെ, പിന്നെ ഡേറ്റ എൻട്രി ചെയ്യുന്നവർക്ക് അവർക്ക് സെപ്പറേറ്റ് ലോഗിൻ ഉണ്ട്. പിന്നെ മെയിൻ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് അഡ്മിൻക്ക് ലോഗിൻ ഉണ്ട്. അഡ്മിൻക്ക് എത്ര യൂസേഴ്സിനെ വേണമെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ SMS-ൻ്റെ റിപ്പോർട്ട് ഉണ്ട്, എത്ര SMS അയച്ചിന്, എത്ര ബാലൻസ് ഉണ്ട്, ആ റിപ്പോർട്ടെല്ലാം ഇവിടെ കാണാൻ പറ്റും. പിന്നെ 1 ക്ലിക്കിൽ എല്ലാ മെമ്പേഴ്സിനും ഫീ ആഡ് ആക്കാൻ പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ഫീ ആഡ് ആവും. മന്ത്ലി ഇപ്പോൾ നമ്മൾ സെറ്റപ്പ് ആക്കിയാൽ ഒരു മാസം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആ 1-ാം ഡേറ്റ് വരുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരു മെമ്പർക്ക് മന്ത്ലി 200 റുപ്പീസ് ആണെങ്കിൽ ഇപ്പോൾ ആ മെമ്പറിനെ നമുക്ക് മെമ്പർ ടൈപ്പ് 200 എന്ന് ജസ്റ്റ് ഒരു പേരിടാം. ആ മെമ്പർ ടൈപ്പ് 200 ഉള്ള എല്ലാ മെമ്പേഴ്സിനും ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ 1-ാം തീയതി വരുമ്പോൾ എന്താവും അവർക്ക് ആ ഫീ അവർക്ക് ആഡ് ആവും. ഫീ കളക്ട് ചെയ്യുന്നല്ല, അവർക്ക് ഫീ അവരുടെ അക്കൗണ്ടിലേക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഈ മാസത്തിൻ്റെ ഫീയും കൂടി ആഡ് ആകുമ്പോൾ +200 ആയിട്ട് എല്ലാ മെമ്പേഴ്സിനും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാനുവലായിട്ട് ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും. ഇപ്പോൾ 100 റുപ്പീസ് പേ ആക്കുന്ന മെമ്പറിന് അതിന് മെമ്പർ ടൈപ്പ് 100 എന്ന് നമ്മൾ ഒരു പേര് കൊടുത്താണെങ്കിൽ ആ എല്ലാ മെമ്പേഴ്സിനും 100 റുപ്പീസ് ആഡ് ആവും. അപ്പോൾ ഒരേ മഹലിൽ എന്തുണ്ടാവും, വേറെ വേറെ ഫീ പേ ആക്കുന്നവരും ഉണ്ടാവും ചില മഹലിൽ, അല്ലെങ്കിൽ എല്ലാ മഹലിലേക്കും എല്ലാ മഹലിലും ചില മഹലിൽ സെയിം മെമ്പർ ടൈപ്പ് ഉണ്ട്, എല്ലാവർക്കും ഒറ്റ ഫീ ഒരേ. ഇപ്പോൾ 200 ആണെങ്കിൽ എല്ലാ മെമ്പേഴ്സിനും 200 ഇങ്ങനെയുള്ള ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താക്കുക കോൺഫിഗർ ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് ഫീ ആഡ് ആവും. പിന്നെ കളക്ട് ആക്കുമ്പോൾ മാത്രം നിങ്ങൾ എന്താക്കുന്നത് മാനുവലായിട്ട് കളക്ട് ആക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസിപ്റ്റെല്ലാം പ്രിൻ്റ് എടുക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് SMS പോകും, കളക്ട് ചെയ്ത പാടെ അവർക്ക് പോകും. ബാങ്കിൽ നിന്ന് പോകുന്ന മാതിരി നിങ്ങളുടെ ജമാഅത്തിൻ്റെ പേരിലാണ് മെസ്സേജ് പോകുന്നത്, അല്ലാതെ മൊബൈൽ നമ്പറിൽ നിന്നല്ല, ജമാഅത്തിൻ്റെ പേരിന് മെസ്സേജ് പോകും. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഫൈനാൻഷ്യൽ ഇയർ സെലക്ട് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ നമുക്ക് എന്താക്കാം, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെറ്റപ്പ് ആക്കുക. ഇപ്പോൾ ഈ ജമാഅത്ത് ഈ കമ്മിറ്റി ഇന്ന ഡേറ്റ് മുതലാണ് ഇന്ന ഡേറ്റ് വരെ ഒരു ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പോൾ അടുത്ത ജനറൽ ബോഡി കഴിഞ്ഞിട്ട് ചിലപ്പം വേറെ കമ്മിറ്റി ആയിരിക്കും വരുന്നത്, വേറെ ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇവിടെ വന്നിട്ട് ഓരോരോ ഫൈനാൻഷ്യൽ ഇയറിനെ സെലക്ട് ആക്കിയെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ റിപ്പോർട്ടായിരിക്കും നമുക്കിവിടെ എല്ലാത്തിലും കാണുന്നത്. ഇപ്പോൾ നോക്കി, ഇതിൽ നമുക്ക് 2024-25 അല്ല 0 ഉണ്ട്, 25-26 എടുത്തെങ്കിൽ ഇതാ ഈ എമൗണ്ടെല്ലാം കാണിക്കും റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ബാലൻസിനെ ഈ ഫൈനാൻഷ്യൽ ഇയർക്ക് വരുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, ഇതിലേക്ക് ആഡ് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എന്തില്ല, നിങ്ങൾക്ക് മാനുവലായിട്ട് കഴിഞ്ഞത് ഇങ്ങോട്ട് എടുക്കണ്ട. അപ്പോൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എല്ലാ റിപ്പോർട്ടുക്കും നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ സെലക്ട് ആയെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ റിപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഫൈനാൻഷ്യൽ ഇയറും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫൈനാൻഷ്യൽ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് കോൺഫിഗർ ചെയ്യുന്നുണ്ടാവും. ഇതിവിടെ ഓൾ ഫൈനാൻഷ്യൽ ഇയർ പോയിട്ട് ഇപ്പോൾ ആഡ് ന്യൂ ഫൈനാൻഷ്യൽ ഇയർ കൊടുത്തെങ്കിൽ ഇപ്പോൾ നമുക്ക് പേര് കൊടുക്കുക,
26 to 2027 എന്നൊരു പേര് കൊടുത്തെങ്കിൽ ഇവിടെ നമുക്ക് ഡേറ്റ് ഏത് ഡേറ്റിൽ നിന്ന് ഏത് ഡേറ്റ് വരെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇത് ഇന്ന ഡേറ്റ് തന്നെ ആണോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജൂൺ 1 മുതൽ 26 മെയ് 31 എന്ന് കൊടുത്തിട്ട് ആഡ് ഫൈനാൻഷ്യൽ ഇയർ കൊടുത്താൽ ഈ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ എന്തെല്ലാം ട്രാൻസാക്ഷൻ നടത്താം അതെല്ലാം ഈ ഫൈനാൻഷ്യൽ ഇയറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയല്ല കംപ്ലീറ്റ് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളുണ്ടാവും. പിന്നെ എല്ലാ കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാം. ഇപ്പോൾ മെമ്പർ ടൈപ്പിൻ്റെ പേരും അഡ്മിനെ ക്രിയേറ്റ് ആക്കുക, കമ്മിറ്റി നെയിം, കമ്മിറ്റി ഇയർ, ഫീ നെയിംസ്, പെൻഷൻ നെയിംസ്, ഹെൽത്ത് ഇഷ്യൂസ്, കാറ്റഗറി, ഇങ്ങനെ കോൺഫിഗർ ചെയ്യാൻ എല്ലാ ഓപ്ഷൻ ഉണ്ടാവും. എല്ലാം ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങൾ യൂസ് ആക്കണമെന്നല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണം അങ്ങനെ യൂസ് ആക്കാനുള്ള ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ. ഈ ഓൺലൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓഫ്ലൈന് സോഫ്റ്റ്വെയർ ഉണ്ടായിന്, പിന്നെ ഓഫ്ലൈനും ഓൺലൈനും നമുക്ക് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാ സോഫ്റ്റ്വെയറും ഓൺലൈനേ ഉണ്ടാവുള്ളൂ. ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആരും ഇപ്പോൾ ഓഫ്ലൈനിലേക്ക് അങ്ങനെ പോവില്ല. എന്താ പറഞ്ഞാൽ ഓഫ്ലൈൻ ആകുമ്പോൾ നിങ്ങൾ ഏത് സിസ്റ്റമിലാണോ ആ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ സിസ്റ്റമിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, സോഫ്റ്റ്വെയറിന് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഓഫ്ലൈൻ ആകുമ്പോൾ ഇൻ്റർനെറ്റ് ഇല്ലാതെ യൂസ് ആക്കുന്ന സോഫ്റ്റ്വെയർ. നമുക്ക് ഓൺലൈന് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഏത് സിസ്റ്റമിൽ വേണമെങ്കിൽ എന്താക്കാം, നമുക്ക് സോഫ്റ്റ്വെയറിനെ ആക്സസ് ആക്കുക, നമുക്ക് ഓപ്പൺ ആക്കി നോക്കുക, അപ്ഡേറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ അങ്ങനെ ഓപ്പൺ ആവില്ല. യൂസർ നെയിമും പാസ്വേഡ് കൊടുത്തിട്ട് OTP എൻട്രി ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താക്കുക ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ, ഒന്ന് ഓഫ്ലൈൻ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിട്ട് ആ സിസ്റ്റം നമ്മൾ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റം ഉണ്ടാവില്ലേ, ആ സിസ്റ്റമൊക്കെ എന്തെങ്കിലും പറ്റിയാൽ അതെന്തെങ്കിലും ക്രാഷ് ആയിപ്പോലോ, ഫോർമാറ്റ് എന്തെങ്കിലും അടിച്ച് പോകലോ, എന്തെങ്കിലും ആയിപ്പോയെങ്കിൽ നമ്മൾ ഈ ഓഫ്ലൈനിൽ ഉള്ള സോഫ്റ്റ്വെയറിൻ്റെ ഡേറ്റ എല്ലാം എന്താവും, ഡിലീറ്റ് ആയിപ്പോവും. ഓക്കെ, പിന്നെ വേറെ കാര്യം, ആ സിസ്റ്റമിൽ മാത്രം ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, വേറെ സിസ്റ്റമിൽ ഓപ്പൺ ആക്കാൻ പറ്റില്ല. പിന്നെ മൊബൈൽ ആപ്പ് കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയൊന്നും അയക്കാൻ പറ്റില്ല ഇൻ്റർനെറ്റ് ഇല്ലാത്ത സോഫ്റ്റ്വെയർക്ക്, ഓഫ്ലൈൻ സോഫ്റ്റ്വെയറിലേക്ക്. അതെ നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉള്ള ഉപകാരം എന്താ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സിസ്റ്റം അല്ലെങ്കിൽ അടുത്ത സിസ്റ്റം ഏത് സിസ്റ്റമിൽ നിന്ന് വേണമെങ്കിലും യൂസർ നെയിം പാസ്വേഡ് OTP അടിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഓഫീസിൽ നിന്നായാലും നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ നിന്നായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഇരുന്ന് കളക്ട് ആക്കുമ്പോൾ അവിടെ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ടാബ് വെച്ചിട്ട് നിങ്ങൾക്കെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് മൊബൈൽ ആപ്പ്, നോട്ടിഫിക്കേഷൻ, SMS ഇങ്ങനത്തെ കംപ്ലീറ്റ് എല്ലാ ഒരു ഓൺലൈനിലായതുകൊണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. എല്ലാം നമുക്ക് യൂസ് ആക്കാൻ പറ്റും. മൊബൈൽ ആപ്പും കാര്യങ്ങളിലും നോട്ടിഫിക്കേഷൻ അയക്കലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ സോഫ്റ്റ്വെയറിൽ 1 ക്ലിക്ക് ബാക്കപ്പ് ഉണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബാക്കപ്പിനെ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ തുടങ്ങിയ മുതൽ ഈ ക്ലിക്ക് ചെയ്യുന്ന ആ ടൈം വരക്കുള്ള ഡേറ്റ എന്താവും നമ്മൾ സിസ്റ്റമിലേക്ക് ഒരു ബാക്കപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ആവും. അപ്പോൾ നമുക്ക് എന്താക്കുക, സിസ്റ്റമിൽ നമുക്കൊരു കോപ്പി ഡൗൺലോഡ് ആക്കി വെക്കാം. നമുക്ക് എപ്പോഴെങ്കിലും എടുക്കുന്നതിലൊക്കെ എന്താക്കാം, ജസ്റ്റ് ഒരു ബാക്കപ്പ് ക്ലിക്ക് ആക്കിയിട്ട് നമ്മളെ സിസ്റ്റമിൽ ഒരു കോപ്പി വെക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇൻകം എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ബാലൻസ് ഷീറ്റ് അതെല്ലാം. അപ്പോൾ ആ ഡീറ്റെയിൽസ് നോക്കുന്നതാണെങ്കിൽ ഇവിടെ ബാലൻസ് ഷീറ്റിൽ വന്നെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടേക്ക് ഫീ ആൻഡ് ഡൊണേഷൻ, മെമ്പർ ഫീ എത്ര കളക്ട് ആയിന്, ഫീ ഡൊണേഷൻ എത്ര വന്നിന്, ഹോൾ ബുക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻസ് എത്ര വന്നിന്, ഇൻകം എത്ര വന്നിന്, ബാലൻസ് എത്ര ഉണ്ട്. പിന്നെ ഈ റിപ്പോർട്ട് നമുക്ക് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ എന്താണ് സംഭവം അതിൻ്റെ ഡീറ്റെയിൽ വരും. മസ്ജിദിൻ്റെ അക്കൗണ്ടിൽ ഇതാ കറണ്ട് ബില്ല് പേ ആക്കിയത്. ഇത് നമുക്ക് ഉള്ളിൽ പോയെങ്കിൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡീറ്റെയിലും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ
ഇവിടെ എല്ലാ റിപ്പോർട്ട് വരും. നമുക്ക് മെമ്പർ ഫീ ആയിട്ടും ഡൊണേഷൻ ആയിട്ട് വന്നത്, ഹോൾ ബുക്കിംഗ് വന്നത്, റെൻറ്റ് വന്നത്, ഇൻകം എക്സ്പെൻസ്, ട്രാൻസാക്ഷന്, എല്ലാ റിപ്പോർട്ടും നമുക്ക് ഈ ബാലൻസ് ഷീറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവും. ഇവിടെ മാനുവലായിട്ട് ഒന്നും ആഡ് ആക്കാനില്ല. ഇതെല്ലാം ഓട്ടോമാറ്റിക് നമ്മൾ അതായത് എൻട്രി ചെയ്താൽ മതി. ഇപ്പോൾ ഇൻകം എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ എൻട്രി ചെയ്യും, മെമ്പർ ഫീ കളക്ട് ചെയ്യുമ്പോൾ ആ എൻട്രി ചെയ്യും, പിന്നെ റെൻറ്റ് കളക്ട് ആക്കുന്നത് അല്ലെങ്കിൽ ഹാൾ ബുക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ്, ഇങ്ങനത്തെ എല്ലാം നമ്മൾ അവിടെ ചെയ്യുമല്ലോ. അതെല്ലാം ഓട്ടോമാറ്റിക് ഇവിടെ കാൽക്കുലേറ്റഡ് ആയിട്ട് നമുക്ക് വരും. ഡേറ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഫിൽറ്റർ ആക്കിയിട്ട് റിപ്പോർട്ട് എടുക്കാം, പ്രിൻ്റ് എടുക്കാൻ പറ്റും. പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് റിപ്പോർട്ടും കാര്യമുള്ള ഒരു മീറ്റിങ്ങിന് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മീറ്റിങ്ങിന് ആ മാസത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റ് മുതൽ ലാസ്റ്റ് ഡേറ്റ് വരെ നമ്മൾ സെലക്ട് ആക്കിയിട്ട് ഇവിടെ കൊടുത്തെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് വരും. ഫുൾ റിപ്പോർട്ട് വേണമെങ്കിൽ ഇവിടെ ഫുൾ റിപ്പോർട്ടിൽ പോയിട്ട് മാസത്തിൻ്റെ 1-ാം ഡേറ്റ് മുതൽ ലാസ്റ്റ് ഡേറ്റ് വരെ സെലക്ട് ചെയ്ത് ഫിൽറ്റർ കൊടുത്തെങ്കിൽ ആ മാസത്തിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻ ആയിന്, ഏതെല്ലാം ടൈപ്പിൽ നമുക്ക് പേയ്മെൻറ്റ് വന്നതും പോയതെല്ലാം ഉണ്ട്, അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻകം എക്സ്പെൻസ് ആയിട്ടും പിന്നെ എല്ലാ സംഭവം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവം ഉള്ളത്. മൊബൈൽ ആപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അല്ല ഫോണാക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പായിട്ട് ഫോണായിട്ട് നിങ്ങൾ സംസാരിച്ചെങ്കിൽ നമുക്ക് ലൈവ് ഡെമോ തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങളൊരു മീറ്റിങ്ങിൽ ഇരുന്നിട്ട് അത് ഓൺലൈനായിട്ടായാലും ഓഫ്ലൈനായിട്ടും നിങ്ങളെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യുക. നിങ്ങളെ റിക്വയർമെൻറ്റെല്ലാം നമ്മൾ നോട്ടാക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും.